ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യ കപ്പ് മത്സരം കഴിഞ്ഞു. സെമി ഫൈനലായിരുന്നു, ഫൈനലായിരുന്നു. ഇന്ത്യ ജയിച്ചു. പക്ഷേ കപ്പ് കൊണ്ടുപോയത് പാകിസ്ഥാനാണ്. കൊണ്ടുപോയതല്ല, മോഷ്ടിച്ച് കട്ടോണ്ട് പോയതാണ്. അപ്പോൾ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രോളാണ്. പാകിസ്ഥാനെ അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ് ഇന്ത്യക്കാർ. ട്രോളൊക്കെ ഇങ്ങനെയാണ്. അത് വലിയ നല്ല രസമാണ് കേട്ടോ, അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ. ഈ നമ്മുടെ രാജംബി ദേവിന്റെയും അഫ്രീദിയുടെയും അങ്ങനെ കുറെ പേരുടെയൊക്കെ പടമൊക്കെ വെച്ചുകൊണ്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ ട്രോള് ചെയ്തിട്ടുണ്ട്. അതായത് ഏഷ്യ കപ്പ് കലാശപ്പോരിൽ പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ കിരീടം നേടിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനും പാക് ക്രിക്കറ്റ് ബോർഡിനും ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും PCB ചെയർമാനുമായ മൊക്സീൻ നഖ്വിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ. ഇന്ത്യയുടെ ജയത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വാതിലടച്ചകത്തിരുന്ന പാക് ടീമിനും ട്രോഫിയുമായി മുങ്ങിയ മൊക്സീൻ നഖ്വിക്കുമെതിരെയാണ് കമന്റുകളായും ട്രോളുകളായും പരിഹാസവും രോഷവും വിമർശനങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇന്ത്യയുടെ നിലപാടിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട്. അതായത് നഖ്വിയുടെ കയ്യിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ല എന്ന ഇന്ത്യൻ ടീം നിലപാടെടുത്തതോടെ ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ ഉത്തരവിട്ട ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മൊക്സീനെതിരെ കമന്റുകളുടെയും ട്രോളുകളുടെയും ബഹളമാണ്. പാകിസ്ഥാൻ കപ്പ് തങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. അടിച്ചു ബ്രാക്കറ്റിൽ മാറ്റി എന്നാണ് പലരും കുറിക്കുന്നത്. ഇവരിനി നാട്ടിൽ ചെന്ന ആ ട്രോഫിയും മെഡലും കാണിച്ച് തങ്ങൾ ജയിച്ചു എന്നും പറഞ്ഞ് ആഘോഷിക്കും. കൂടെ കൊണ്ടുപോകാൻ ആരും നിങ്ങളെ ട്രോഫിയുടെ കസ്റ്റോഡിയൻ ആക്കിയിട്ടില്ല എന്നിങ്ങനെ നിറയുന്നു കമന്റുകൾ. മത്സരത്തിലെ ഇന്ത്യയുടെ ജയത്തിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വാതിലടച്ച പാകിസ്ഥാൻ ടീമിനുമുണ്ട് കമന്റുകളിൽ പരിഹാസം. പിണങ്ങിപ്പോകാൻ ഇതെന്താ കണ്ടം ക്രിക്കറ്റോ എന്നാണ് പലരും ചോദിക്കുന്നത്. പാക് ടീമിന്റെ പിണക്കം കാണുമ്പോൾ രാജ്യാന്തര മത്സരങ്ങളെല്ലാം നാട്ടിലെ ക്രിക്കറ്റ് കളിയായി മാറിയെന്നും കമന്റുകളുണ്ട്. മത്സരശേഷം ഇന്ത്യ തങ്ങളുടെ ജയം ആഘോഷിക്കുമ്പോഴാണ് സൽമാൻ അലി ആഗയുടെ നേതൃത്വത്തിലുള്ള പാക് ടീം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. 1 മണിക്കൂർ കഴിഞ്ഞാണ് ടീം പുറത്തിറങ്ങിയത്. ഇതോടെ സമ്മാനദാന ചടങ്ങും വൈകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്ന പാക് ക്രിക്കറ്റ് മുൻ ടീം നായകൻ ഷാഹിദ് അഫ്രീദിയാണ് ട്രോളുകളിൽ നിറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ യുദ്ധവിജയം ആഘോഷിച്ച അഫ്രീദി ഏഷ്യ കപ്പ് ട്രോഫിയുമായി വിക്ടറി പരേഡ് നടത്തുമെന്നാണ് പരിഹാസം. അക്തറെ, എന്തായാലും അവർ ആ ട്രോഫി മേടിച്ചില്ല എങ്കിൽ നമുക്ക് ആ ട്രോഫി കൊണ്ടൊരു വിക്ടറി പരേഡ് നടത്തിയാലോ എന്ന് ചോദിക്കുന്നു. മറ്റൊന്ന്, നഖ്വി കിരീടവുമായി മുങ്ങിയത് ചൂണ്ടിക്കാട്ടിയുള്ളതാണ്. ഛോട്ടാ മുംബൈയുടെ ഡയലോഗ് കടമെടുത്താണ് നഖ്വിയെയും അഫ്രീദിയെയും ട്രോളുന്നത്. മറ്റൊന്ന്, കൊച്ചി രാജാവിലെ ജഗതിയുടെ സീനാണ് ട്രോൾ മഴയിൽ അഫ്രീദിയുടെ പേരിൽ നിറയുന്നത്. തോറ്റവർക്കുള്ള ചെക്ക് എടുക്കാൻ തിരിച്ചെത്തുന്ന സൽമാൻ ആഗയും ട്രോൾ മഴയിലുണ്ട്. ഇന്ത്യയുടെ നിലപാടിനെ പ്രശംസിച്ച് കമന്റുകളുണ്ട്. നിലപാട് ടീം ഇന്ത്യ, ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ, അഭിനന്ദനങ്ങൾ, ആശംസകൾ, ബിഗ് സല്യൂട്ട്. പാകിസ്ഥാൻ നാവുകൊണ്ട് ബാറ്റ് ചെയ്തു, ഇന്ത്യ കൈകൊണ്ടും. രാജ്യത്തിനൊപ്പം നല്ല തീരുമാനം എന്നിങ്ങനെ നിറയുന്നു കമന്റുകൾ. അതേസമയം തന്നെ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ വിമർശനവുമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്, സംശയമില്ല. പക്ഷെ കളിച്ച സ്ഥിതിക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ കളിക്കരുത്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്നെ അംഗീകാരം മേടിക്കുക, അതൊരു അഭിമാനമല്ലേ? കളിച്ച സ്ഥിതിക്ക് മറ്റൊരു സമീപനമായിരുന്നു സ്വീകരിക്കേണ്ടത് എന്നാണ് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. കളിക്കളത്തിലെ ഈ നിലപാട് മോശമാണ്, അല്ലെങ്കിൽ കളിക്കരുതായിരുന്നു. ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ശരിയായ നിലപാട് എന്നിങ്ങനെയാണ് ഇന്ത്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ. മൊക്സിൻ നഖ്വി സമ്മാനദാന ചടങ്ങിനായി എത്തിയതോടെയായിരുന്നു ചടങ്ങിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത്. നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ സമ്മാനദാന ചടങ്ങ് ബഹിഷ്കരിച്ചേക്കാമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ നിലപാടിനെ പുറഞ്ച ട്രോളുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ
ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് മികച്ച ഒരു മറുപടിയാണ് നൽകിയത്. ആ മറുപടിയിലും തൃപ്തിയാവാതെ കളിക്കളത്തിലിറങ്ങി ഇന്ത്യയിൽ നിന്ന് അടി വാങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇത് അഫ്രീദി അടക്കമുള്ളവർ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയപ്പോൾ ഞങ്ങളാണ് വിജയിച്ചത് എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ റാലി നടത്താൻ മുൻപന്തിയിൽ നിന്നതാണ് അഫ്രീദി അടക്കമുള്ളവർ. മാത്രമല്ല ഇന്ത്യ തീർത്ത ഭീകരന്മാരെ മസൂർ അസദിന്റെ കുടുംബത്തിലെ 10ഓളം പേരെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തീർത്തത്. ആ 10ഓളം പേർക്ക് പാകിസ്ഥാന്റെ സൈനിക ബഹുമതികളോടെയാണ് പാകിസ്ഥാൻ അവരുടെ ഖബറടക്കങ്ങൾ നടത്തിയത്. അപ്പോ ഭീകരതയെ വച്ച് വാഴിക്കുന്ന ഒരു രാജ്യത്ത് നിന്നും ഭീകരത പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്ന, ഭീകരതയെ മുച്ചൂട് മുടിപ്പിക്കുന്ന ഒരു രാജ്യം കറക്റ്റായി മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ നമുക്കറിയാം, ഭീകരർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാകിസ്ഥാനെ എവിടെ കിട്ടിയാലും ഇന്ത്യ നമ്മുടെ അയൽ രാജ്യം എന്നാണ് എപ്പോഴും പറയുന്നത്. നമ്മുടെ ശത്രു രാജ്യം എന്ന് ഇന്ത്യ പറയാറില്ല. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ നമ്മുടെ ശത്രു രാജ്യമാണ്. നമ്മുടെ ശത്രു രാജ്യത്തിനോട് നമ്മൾ ഏത് തരത്തിലും അവരെ നശിപ്പിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തും എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഒരിക്കലും കളിക്കളത്തിലും അല്ലാതെ ഗ്രൗണ്ടിന് പുറത്തും ഒരിക്കലും ഇന്ത്യക്കെതിരെ ജയിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് എങ്ങനെയും ഇന്ത്യയെ തകർക്കാം. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ നിലപാടിൽ ഒരുപക്ഷെ പാകിസ്ഥാന് നല്ല ഭയമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീം തന്നെ നമ്മൾ മറുപടി നൽകുകയാണ്. ഞങ്ങളോട് എങ്ങനെയാണോ നിങ്ങൾ കാണിക്കുന്നത് അതിന്റെ 100 ഇരട്ടി ഞങ്ങൾ തിരിച്ചു തരും. അതെ, നാണം കെടുത്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് കറക്റ്റായിട്ട് നിലപാട് ഇന്ത്യ സ്വീകരിക്കുമ്പോൾ അവിടെ കൈയടിക്കുക തന്നെയാണ് വേണ്ടത്. ഇന്ത്യ കാണിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ജീവനുകൾ പാകിസ്ഥാൻ നിസ്സഹായരായ, സാധാരണക്കാരായ, പട്ടാളക്കാരായ, അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്നെടുത്തവരാണ്. ഇന്ത്യയിലെ ഒരുപാട് ആളുകളുടെ ജീവൻ കവർന്നെടുത്തവരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ പാകിസ്ഥാന് ഒരിക്കലും പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുക ഒരു അഭിമാനമല്ലേ എന്നൊക്കെ പലരും ചോദിക്കും. പാകിസ്ഥാൻ നമ്മൾ ശത്രുവായി കണ്ടിട്ടില്ല. ആ രാജ്യത്തെ ജനങ്ങളെ ഒരുപക്ഷെ നല്ലവരായ ജനങ്ങളുണ്ടാവും. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളെ ഒന്നും നമുക്ക് ശത്രുക്കളായി കാണാനുള്ള യോഗ്യത പോലും അവന്മാർക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുറേമാരുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങേണ്ട ഗതികേട് ഇന്ത്യക്കില്ല. പക്ഷേ ഇന്ത്യയിൽ കുറെ പാകിസ്ഥാൻ സ്നേഹികളുണ്ട്. ഇന്ത്യ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറെ നാറികൾ, കുറെ പ്രതിശൂന്യരായ, കുറെ 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 തെമ്മാടികളായ കുറെ കൂട്ടങ്ങളുണ്ട്. അതായത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നതിനപ്പുറം ശത്രു രാജ്യത്തെ സ്നേഹിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇവറ്റകളൊക്കെ കഴിവതും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നാതെ ഇന്ത്യയിൽ നിന്ന് എത്രയും വേഗം ഇവറ്റകളെയൊക്കെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യ ജയിച്ചാലും ഇന്ത്യ ജയിച്ചില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ഇന്ത്യക്കെതിരെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന കുറെ ആളുകളുണ്ട്. ഇവർക്കൊക്കെ ചുട്ട മറുപടി ഇന്ത്യ കൃത്യമായി പല സമയങ്ങളിലും നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആ സമയത്ത് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് അവർ സമ്മാനം വാങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാട് അവർ എടുത്തത്. ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ആ ട്രോഫിയുമായി കടന്നു കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കിട്ടിയില്ലെങ്കിൽ കട്ടുകൊണ്ടെങ്ങനെ പോകുക. പാകിസ്ഥാന്റെ സ്ഥിര സ്വഭാവം അത് തന്നെയാണ്. തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെ മോഷ്ടിച്ചെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അവരുടെ ശീലം. കാരണം ജയിച്ചു നേടാൻ കഴിയില്ല അവർക്കൊന്നും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജയത്തെ തങ്ങളുടെ ജയമായി ആഘോഷിക്കുക, മറ്റുള്ളവരുടെ ട്രോഫിയെ തങ്ങൾക്ക് കിട്ടിയ ട്രോഫിയായി എടുക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ്
പാകിസ്ഥാൻ പോയത് എന്നുള്ളത്. അത് പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുന്നു. സോഷ്യൽ മീഡിയ അടക്കം നമ്മുടെ പ്രധാനമന്ത്രി അടക്കം സിന്ദൂര തിലകം എന്നാണ് പ്രധാനമന്ത്രി അടക്കം പറയുന്നത്. അതായത് അതിന്റെ ക്യാപ്റ്റന്റെ പേരൊക്കെ ചേർത്താണ് സിന്ദൂര തിലകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ കളിക്കളത്തിലും കണ്ടു എന്നൊക്കെയാണ് നരേന്ദ്രമോദി കൃത്യമായി നിലപാട് അല്ലെങ്കിൽ കൃത്യമായി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആ നിലപാട് തന്നെയാണ് നമ്മളിപ്പോൾ യാഥാർത്ഥ്യം അല്ലെങ്കിൽ കൃത്യമായി അത് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ നിലപാടുകൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.